Hello guys, welcome to our YouTube channel. Oh guys, oh man, Rocky. നോ ഗൈസ് നടക്കത്തില്ല. അപ്പോൾ ബ്രോക്കിക്കും നമ്മുടെ ചാനലിനകത്തൊരു അംഗമാവണമെന്നാണ് പറയുന്നത് കേട്ടോ. ഓ ഗൈസ്, അപ്പോൾ ഇന്ന് സൺഡേ ആണ്. ഓക്കെ, അപ്പോൾ സൺഡേ ഫണ്ടേ ആയിട്ട് നമ്മൾ എപ്പോഴും ആഘോഷിക്കുന്നതാണ് ഗൈസ്. ഓ മാൻ, അപ്പോൾ നമ്മൾ എന്തായാലും നമ്മളിപ്പോൾ നേരെ നമ്മൾ പള്ളിയിലോട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞായറാഴ്ച കാരണം നമ്മൾ പള്ളിയിലൊക്കെ പോകണം. അപ്പം സമയം ഇപ്പോൾ ഏകദേശം ഒരു 7 മണി കഴിഞ്ഞ് ഒരു 7:15 ആയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി നേരെ നമ്മൾ പള്ളിയിലോട്ട് പോയി. ഒരു 7:30 നമ്മൾ പള്ളിയിലെ ചടങ്ങ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നേരെ നമ്മൾ വീട്ടിൽ വന്ന് നമ്മൾ സൺഡേ ഫണ്ടേ ആയിട്ട് ആഘോഷിക്കുന്നതാണ്. ഓ ഗൈസ്, ഓ മാൻ, അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. സഫല കൂടുന്നില്ലെന്നു. ഓ ഗൈസ്, അപ്പം മോർണിംഗിൽ തന്നെ ഇതാ വട്ടി പിടിച്ച് ഒത്തിരി ആൾക്കാർ തന്നെ പോകുന്ന ഒരു സ്ഥലമാണ് ഗൈസ്. വലിയ പട്ടനാണ് ഇപ്പം അങ്ങോട്ട് പോയത്. ഇതേ ഒരു അരപ്പിരി പോകുന്നുണ്ട്. നമുക്കൊന്ന് കൈ കാണിക്കാം. ഓ ഗൈസ് മാൻ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാന്ന് പറഞ്ഞാലും നമ്മൾ നേരെ പള്ളിയിലോട്ട് ഇപ്പോൾ നേരെ പോവുകയാണ്. അപ്പം പള്ളിയിലോട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് ഒത്തിരി ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. കാര്യം ഞായറാഴ്ച കാരണം എല്ലാവരും ഫ്രീ ആയിരിക്കും. അന്നത്തെ ദിവസം ഫണ്ടേ ആയിട്ട് അവർ ആഘോഷിക്കുന്നതാണ്. അപ്പം നമ്മുടെ നാട്ടിൽ മാത്രമല്ല, മൊത്തത്തിൽ അങ്ങനെ കേട്ടോ. ഓ ഗൈസ്, അപ്പോൾ നമുക്കിങ്ങനെ പോകുന്ന വഴിക്കാൻ ഒത്തിരി പേരെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഒരു പാട്ട് പാടി വൈബിലാണ് പോകുന്നത് കേട്ടോ. അപ്പം തിളക്കുന്ന കൂടെ ഓ മാറെങ്കി പാടുന്ന കണ്ണെ ഓ വണ്ടി നമുക്ക് അപ്പുറം വെക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ പള്ളി എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ പള്ളിയിലോട്ട് കയറാൻ പോയിട്ട് അപ്പം ആളൊക്കെ വന്നു, എല്ലാവരും ഓക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിത് നേരെ ഇനിയും പള്ളിയിലോട്ട് കയറി നമ്മൾ വണ്ടി ഇനിയും പാർക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ ഇനിയും കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ കുർബാന കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു വെൽ സെറ്റിൽമെൻ്റ് ആയിട്ട് ഒരു സംഭവം ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ട് ഇങ്ങോട്ട് എല്ലാ മരത്തിലും തെങ്ങെന്നല്ല എല്ലാത്തിലും പെയിൻ്റ് അടിച്ചേക്കുവാണ്. അപ്പം വികാരിയച്ഛന് എളുപ്പത്തിന് വേണ്ടി കേട്ടോ. മഞ്ഞ തെങ്ങിട്ടായിരുന്നു. ഇല്ലില്ല, മഞ്ഞ ഇല്ല. അപ്പം ഫ്ലൂറസെൻ്റ് പച്ച അത് ഓക്കെ, അത് വിളഞ്ഞ് കിടപ്പുണ്ട്. നമുക്ക് വേണേൽ നോക്കാം. എളുപ്പത്തിന് വേണ്ടി ഒന്നും അപ്പോൾ ചാര എന്ത് ചെയ്യും? അപ്പോൾ എല്ലാത്തിനും പെയിൻ്റ് അടിച്ചേക്കും കേട്ടോ. എന്താ സംഭവം എന്ന് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു മിക്കവാറും എളുപ്പത്തിന് വേണ്ടി ആയിരിക്കും. അപ്പം നമ്മളെന്തായാലും സെമിത്തേരി ഒന്ന് പ്രാർത്ഥിച്ച് നമ്മൾ നേരെ തിരിച്ച് വീട്ടിൽ പോകണം കേട്ടോ. അപ്പോൾ കുർബാന എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് ഫണ്ട് ആക്കാൻ പോവുകയാണ്. ഓക്കെ ഗൈസ്, ഓ മാൻ, അപ്പോൾ നമ്മൾ നേരെ പള്ളിയിൽ നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് വളരെ സ്പെഷ്യൽ ഫുഡാണ്. ആരും വിചാരിക്കില്ല, വളരെ സിമ്പിൾ ഫുഡായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലേക്കൊക്കെ നമ്മൾ അതിൻ്റെ വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ഇന്നത്തെ ഫുഡ് നോക്കുമ്പോൾ ഞാനും നമ്മുടെ ചുറ്റും നമ്മുടെ ക്യാമറമാനും വീട്ടിലായിരുന്നു ഫുഡ്. അപ്പോൾ എല്ലാ ഞായറാഴ്ച ഒന്നെങ്കിൽ ഞാൻ അവൻ്റെ വീട്ടിൽ കഴിക്കും, അല്ലെങ്കിൽ അവൻ എൻ്റെ വീട്ടിൽ കഴിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞില്ല, വളരെ സിമ്പിളായിരിക്കും. അപ്പോൾ ഫുഡ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇനിയും ഫുഡ് കഴിച്ചിട്ട് കാണാം. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ വരാം ഗൈസ്. അപ്പോൾ ഫുഡെല്ലാം കഴിച്ച് നമ്മുടെ ക്യാമറമാൻ ഇപ്പോഴാണ് വരുന്നത് കേട്ടോ. അപ്പോൾ സമയം ഏകദേശം 11 കഴിഞ്ഞ് ഒരു 11:30 ആകാറായി. അപ്പം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഓ മച്ചാന്മാരെ, അപ്പം ഒരു കിഡിലോസ്കി ഐറ്റമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ എൻ്റെ പൊന്നു മച്ചന്മാരെ സീൻ സാധനമാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്നലെ നമ്മുടെ ചെറിയ വർക്കും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം ഞങ്ങൾ പോയിട്ട് തിരിച്ചു വരാൻ നേരത്ത് ഒരു 5-6 വട്ടമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് വിളിച്ചോണ്ടിരിക്കുക. ടക്കെ ഹലോ എന്തോ ഓക്കെ പിന്നെ അപ്പം എൻ്റെ കയ്യിൽ ആ നമ്പർ സേവ് അല്ലായിരുന്നു. അപ്പോൾ നമുക്ക് അറിയാവുന്ന ആൾക്കാർ തന്നെയായിരുന്നു. അപ്പോൾ എന്നോട് പഠിച്ചതാണ് കോളേജിൽ. ഓക്കെ, അപ്പോൾ ഗേൾസ് ആണ് മാൻ. അപ്പോൾ അവർ നമ്മളെ വിളിച്ചിട്ട് നമ്മളെ പ്രാങ്ക് ചെയ്യാൻ നോക്കി. പക്ഷെ നമ്മൾ പ്രാങ്ക് ആയില്ല. അതെല്ലാം കഴിഞ്ഞ് അവർ ഒത്തിരി പ്രാവശ്യം വിളിച്ചു. പിന്നെ ഞാൻ വണ്ടി നിർത്തിയിട്ട് ഞാൻ തിരിച്ച് വിളിച്ച് എന്നിട്ട് ഇതുപോലെ പറഞ്ഞ അവസാനം അവർ പ്രാങ്ക് ചെയ്യാൻ വന്നു. പക്ഷെ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ അവർക്കൊരു പ്രാങ്ക് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു നമുക്ക് നാളെ നമുക്ക് ഒരു പ്രാങ്ക് വീഡിയോ ചെയ്യാം, ഫാൻ ഗേളാന്ന് പറഞ്ഞ് നിങ്ങൾ വിളിക്കണം. അപ്പം അത് നമുക്ക് അടിപൊളിയാക്കാമെന്ന് പറഞ്ഞു. പാവപ്പെട്ട പിള്ളേർ
അറിയത്തില്ല സ്വയമേ പ്രാങ്ക് ചെയ്യാൻ പോവാന്ന്. അതുകൊണ്ട് അപ്പം അവരിപ്പം ഏകദേശം ഇപ്പോൾ വിളിക്കാന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ് അറിയാത്ത രീതിയിൽ സംസാരിക്കാറുള്ളൂ. അപ്പം വീഡിയോ പുറത്ത് പബ്ലിഷ് ചെയ്യുമ്പോഴേ ഇവരെ അറിയത്തുള്ളൂ ഇവരെ പ്രാങ്ക് ചെയ്താൽ. ഓക്കെ, അപ്പം ഞാൻ ഇവരെ ഫോട്ടോസൊക്കെ ഞാൻ ഇടുന്നതാണ്. കൈ എൻ്റെ മച്ചന്മാരെ കിട്ടില്ല സാധനമായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നലെ നമ്മളെ ഒന്ന് പ്രാങ്ക് ചെയ്യാൻ വന്നു. അപ്പോൾ ഇനിയും എല്ലാവരും ഓർത്തോണം, നമ്മളെ പ്രാങ്ക് ചെയ്യും, നമ്മളെ തിരിച്ചും പ്രാങ്ക് ചെയ്യും. ഓക്കെ മാൻ, എൻ്റെ മച്ചന്മാരെ. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് വേറൊരു കാര്യം വെച്ചാൽ നമ്മൾ വളരെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, പേര് കറക്റ്റായിട്ട് പറയണം. അത് ഒറിജിനലിന് വേണ്ട, വേറെ പേര് പറഞ്ഞാൽ മതി. പക്കയായിട്ട് പറയണം, മിക്സ്ഡ് ആക്കല്. ഓക്കെ, പല റിലീജിയനും വെച്ച് മിക്സ്ഡ് ആക്കല് പക്കയായിരിക്കണം. പിന്നെ കറക്റ്റ് സ്പോട്ട് പറയണം. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ അവർ സെറ്റാക്കി വെച്ചേക്കാണ്. ഓക്കെ, അപ്പോൾ അവർ വിചാരിച്ചേക്കുന്നത് ഇത് വീഡിയോ എടുക്കുന്ന ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. പക്ഷെ അത് പ്രാങ്ക് വീഡിയോ അല്ലാത്ത രീതിയിൽ ഫാങ്കുകൾ വിളിക്കുന്ന പോലെയാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. ഹലോ, ഇങ്ങോട്ട് വിളിക്കൂ. മറ്റേ നമ്പറിൽ നിന്ന് വിളിക്കണേ. ഓക്കെ, നമ്മൾ ഇവരെ തന്നെ പ്രാങ്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവർക്ക് അറിയത്തില്ല സംഭവം എന്താന്ന്. അപ്പൊ എന്തായാലും നമ്മൾ കിട്ടില്ല പ്രാങ്കാണ് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ ഗായ്സ്, അപ്പം ഇവര് വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ സ്വയമേ പ്രാങ്ക് ചെയ്യാൻ. അപ്പൊ എന്തായാലും നമ്മള് ഇവർക്ക് അറിയത്തില്ല, ഇവർക്ക് പ്രാങ്ക് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് കോൾ എടുക്കാം. ഹലോ, ഹലോ, അതേലോ, ഇതാരാ വിളിക്കുന്നത്? ആരാധികയോ? അത് തന്നെ. ഓ, അപ്പൊ എങ്ങനെ എന്റെ നമ്പർ കിട്ടി? ആണോ? അപ്പൊ എന്താ ഞാൻ ലാസ്റ്റ് ഇട്ട വീഡിയോ ഏതാ? ഓ ഷോ, എനിക്ക് മേൽ ഇത് ഫാൻഗേള് തന്നെ. അല്ല, അപ്പൊ ഇത് എവിടുന്നാ വിളിക്കുന്ന? എവിടുന്നാ? എറണാകുളം. അപ്പൊ പേരെന്താ? ശ്രുതിലയ. എന്താ പേരെന്നാ ഒന്നുകൂടെ പറഞ്ഞ? ശ്രുതിലയ. ഇൻസ്റ്റയിലോ? ഞാൻ ഇപ്പൊ തന്നെ റെഡിയാക്കാം. ശ്രുതിലയ അല്ലേ? ഇപ്പൊ തന്നെ റെഡിയാക്കാം കേട്ടോ. അൺഫോളോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, നല്ല അപ്ഡേറ്റഡ് ആകത്തുള്ളൂ. എപ്പോഴും ഫോളോ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പം ഫുഡ് കഴിക്കാൻ സമയമായി, പക്ഷെ ഞാൻ കഴിച്ചില്ല. ഓക്കെ ഓക്കെ, പക്ഷെ എന്നാലും എൻ്റെ ഫാൻകളൊക്കെ ആയിട്ട് ആദ്യമായിട്ട് ഇങ്ങനെ വിളിക്കുന്ന കേട്ടോ. എന്നാലും ഏത് ഫ്രണ്ടാണോ നമ്പർ തന്നെന്ന് അത് ഇങ്ങോട്ട് പിടുത്തം കിട്ടുന്നില്ല. എന്തെങ്കിലും മാർഗം ഉണ്ടോ അത് പറയാൻ? നേരിട്ട് മീറ്റ് ചെയ്യുന്നോ? എവിടെ വെച്ച്? പിന്നെ എറണാകുളത്ത് നമ്മൾ വരാതിരിക്കോ? മറൈൻ ഡ്രൈവിൽ മീറ്റ് ചെയ്യാവോ? വൈനൗട്ട്, നമുക്ക് മറൈൻ ഡ്രൈവിൽ തന്നെ മീറ്റ് ചെയ്തേക്കാം, ഒരു കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോ സ്ഥലം എവിടെയാണ്? എറണാകുളമോ? അപ്പൊ കുഴപ്പമില്ല. അപ്പൊ നമുക്ക് എറണാകുളത്ത് എവിടെയാണെങ്കിലും മീറ്റ് ചെയ്യാം. മറൈൻ ഡ്രൈവോ എവിടെയാന്ന് വെച്ചാൽ ആ ഒരു സ്ഥലം പറഞ്ഞാൽ മതി, അവിടെ ഞങ്ങൾ കണ്ടിരിക്കും. ഓക്കെ ആണോ? ഇത് ഒത്തിരി പേരുണ്ടോ? ഇത് അയ്യോ, അത് വലിയ ആഗ്രഹമാണ്. നമുക്കത് സാധിച്ചു തരാം, ഉറപ്പായിട്ടും നമ്മളത് അടിപൊളിയാക്കും. നിങ്ങൾ എത്ര പേരുണ്ട് ഇവിടെ? ഹോസ്റ്റലിൽ വല്ലതും ആണോ? ഒരു കലവില ഇങ്ങനെ കേട്ടായിരുന്നു, അതുകൊണ്ട് ചോദിച്ചാ. അപ്പൊ ഫ്രണ്ട്സിന്റെ ഒക്കെ മുമ്പിൽ കേൾപ്പിച്ചോണ്ടാണോ ഈ വിളിക്കുന്നത്? അല്ലേ? അയ്യോ, എന്നാലും എല്ലാരെയും ഒന്ന് കേൾപ്പിച്ചത് ഒരു ഹായ് ഗൈസ് എന്ന് പറയായിരുന്നു. ആണോ?
ശോ, എനിക്ക് എന്നാലും ഞാൻ ഇങ്ങനെ ആയിപ്പോയി. ഇതുപോലെ ഫാൻസിനെയൊക്കെ ഉണ്ടാക്കണം. എന്താ ക്ലിയർ ആയില്ല? അടുത്ത വ്ലോഗ് അടുത്ത ആഴ്ച ഇറങ്ങും. അടുത്ത ആഴ്ച വെള്ളിയാഴ്ച ഒരു കിടിലൻ വ്ലോഗാണ്, അടിപൊളി വ്ലോഗായിരിക്കും. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഒരു ഹായ് പറയാം. ഒരു ഹായ് അല്ലല്ല, ഹായ് പോരാ. ഒരു ഹലോ ഗൈസ് പറയാം. ഒരു ഹലോ ഗൈസ്. റെക്കോർഡ് ചെയ്യുമല്ലേ ഞാൻ, എനിക്ക് പിന്നീട് കേൾക്കാമല്ലോ. ഈ ഹലോ ഗൈസ് നമ്മളൊന്ന് കേൾക്കാമല്ലോ. ഇല്ല അങ്ങനൊന്നും ചെയ്തില്ല. അങ്ങനെ പേടിക്കണ്ടെന്ന്, ചുമ്മാ ഒന്ന് ഹലോ ഗൈസ് എന്ന് പറഞ്ഞാൽ മതി. ഇല്ലില്ല, ഒന്നും ചെയ്തില്ല, അങ്ങനെ ഒന്നും ചെയ്തില്ല. പക്ഷെ ഞാനൊരു ഫാൻ ഗേളിനെ അങ്ങനെ തേപ്പ് പരിപാടി കാണിക്കുവോ? ആണല്ലേ, എന്നാ മതി. എന്നാ നമ്മള് ഫാൻ ഗേളിനെ ഒരിക്കലും മടുപ്പിക്കാറില്ല. നമ്മള് എന്താ പറയുന്നത്, നമ്മളെ ഇഷ്ടപ്പെട്ട് വിളിച്ച ആളെ നമ്മള് അങ്ങനെ മടുപ്പിക്കുവോ? അപ്പം എപ്പോഴാ മീറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഞാനെപ്പോഴും ഫ്രീ, എനിക്കങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഞാനെപ്പോഴും ഫ്രീ. നിങ്ങള് എന്ത് ചെയ്യുമോ ഇപ്പോ? വർക്ക് ചെയ്യുമോ? അപ്പൊ നിങ്ങൾക്ക് എന്താണോ ഒരു ഡേറ്റ് ഉള്ളത് ഫ്രീ ആയിട്ട്, അത് നമുക്ക് മീറ്റ് ചെയ്യാം. എല്ലാ സൺഡേയും ഫ്രീ. എന്നാ അടുത്ത സൺഡേ ആയിക്കോട്ടെ. ഉറപ്പാണേ? ഈ സൺഡേയോ? ഈ സൺഡേ ഫ്രീ ആണല്ലോ. ഞാൻ എല്ലാ സൺഡേയും ഫ്രീ ആണ്. എല്ലാ ദിവസവും ഞാൻ ഫ്രീ ആണ്. ഏതാ? ബ്ലാക്ക് ഷർട്ട്. എനിക്ക് മേലെ ബ്ലാക്ക് ഷർട്ട് ഇട്ടുണ്ടെന്ന്. ഓക്കെ. അപ്പൊ ബ്ലാക്ക് ഷർട്ട് ഇട്ടുണ്ട് തന്നെ വരാം. എവിടെ സ്ഥലം? എവിടെയാന്ന് എനിക്ക് കറക്റ്റ് ലൊക്കേഷൻ ഉണ്ടോ? മറൈൻ ഡ്രൈവ് ആണെങ്കിൽ കുഴപ്പമില്ല, ഞാൻ നേരെ അവിടെ എത്തിയേക്കാം. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തായാലും വിളിച്ചതിന് ശേഷം ഞാൻ എന്തായാലും വിചാരിച്ചു ഇങ്ങനെയായിട്ട് വിളിക്കുന്നു കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. എന്നാലും എല്ലാവരെയും കാണാം കേട്ടോ. നമുക്ക് മറൈൻ ഡ്രൈവിൽ എല്ലാവരെയും നമുക്ക് വിശദമായിട്ട് കാണാം. എൻ്റെ ഫ്രണ്ട്സ് നമുക്കൊരു അങ്ങനെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ഞാൻ കൂട്ടാതെ വരാം, ഒറ്റയ്ക്ക് വരാം. മതിയോ? എന്നാ കുഴപ്പമില്ല. എന്നാ നമുക്ക് ഫ്രണ്ട്സിനെയും കൂട്ടിയേക്കാം, കുഴപ്പമില്ല. എന്ന് ചില്ലായിക്കോട്ടെ. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഈ വരുന്ന സൺഡേ എന്ന് പറയുമ്പോൾ ഡേറ്റ് എന്നാ? ഹലോ. എന്നാ ഓക്കെ ആയിക്കോട്ടെ. എന്നാ ഈ വരുന്ന സൺഡേ മീറ്റ് ചെയ്യാം. അപ്പൊ ഫുഡൊക്കെ കഴിച്ചോ? ഓക്കെ. ഞാൻ ഫുഡ് കഴിച്ചില്ല. ഇങ്ങനെ ചെറിയ പരിപാടിയൊക്കെ ആയിട്ട് നിൽക്കുമായിരുന്നു. ഇനി ഫുഡ് കഴിക്കണം. ഓക്കെ. പേരെന്തായിരുന്നു? ശ്രുതിലയ അല്ലേ? ഓക്കെ. അപ്പം ശ്രുതിലയ എനിക്ക് മേലെ ഞാൻ എല്ലാവരുടെയും പേര് ചോദിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് നേരിട്ട് മീറ്റ് ചെയ്യാം. അത് മതി, അത് കേട്ടാ മതി. അപ്പോൾ നടക്കട്ടെ. നമുക്ക് ഈ വരുന്ന സൺഡേ മീറ്റ് ചെയ്യാം. സൺഡേ മീറ്റ് ചെയ്യണേ. ഓക്കെ ബൈ. എന്റെ മോനെ പാവപ്പെട്ട പിള്ളേര്, അവർക്കറിയത്തില്ല അവരെ പ്രാങ്ക് ചെയ്യുമെന്ന്. എന്നൊക്കെ അവസ്ഥയാണ്. എന്റെ പൊന്നു മോനെ, നമ്മളിത് പൊളിക്കും.
ഗൈസ് സുഹൃത്തുക്കളെ, അപ്പൊ സംഭവം വെച്ചാൽ നമുക്ക് ഇന്നലെ ഒരു പ്രാങ്ക് വന്നുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു പ്രാങ്ക് ചെയ്യാന്നുള്ള ഒരു മൈൻഡ് വന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യമായിട്ടാണ് പ്രാങ്കിന്റെ ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നത്. നമ്മള് പ്രാങ്ക് ഇഷ്ടംപോലെ ആൾക്കാരെ പ്രാങ്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതൊന്നും വീഡിയോ ആക്കിയിട്ടില്ല. അപ്പം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രാങ്ക് ചെയ്തത്. സ്വയമേ വിളിച്ച് എന്നെ പ്രാങ്ക് എന്നുള്ള രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തേക്കുവാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതുപോലുള്ള കിടക്കാച്ചി വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞ് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കൂട്ടത്തിൽ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഓക്കെ, ഹലോ ഗൈസ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. എന്നോ പറഞ്ഞു